രാജ്യത്തെ യുവാക്കൾ കൂട്ടമായി പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്തതാണ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ ഏറ്റവും പിന്നോട്ടടിച്ച ഘടകമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2014-നും 22-നും ഇടയിൽ 22 കോടിയിലേറെ ഉദ്യോഗാർത്ഥികളാണ് കേന്ദ്ര സർക്കാർ ജോലിക്കായി അപേക്ഷിച്ചത്. ജോലി മാത്രം ലക്ഷ്യമിട്ട് നിരവധി ചെറുപ്പക്കാരാണ് ഓരോ വർഷവും നിരവധി പരീക്ഷകൾ എഴുതുന്നത്. ഓരോ ശ്രമത്തിനും മാനസിക പിരിമുറുക്കവും മറ്റു ചെലവുകളും വരുന്നുണ്ട്. എല്ലാവരും ഓരോ വർഷവും ലഭ്യമാകുന്ന ചുരുക്കം സർക്കാർ ജോലികളിൽ ഒന്ന് നേടാമെന്ന പ്രതീക്ഷയിൽ എഴുതുന്ന പരീക്ഷകൾക്ക് സാമ്പത്തിക ബാധ്യതകളും നേരിടുന്നുമുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാനായി കേന്ദ്ര സർക്കാർ 2020 ഫെബ്രുവരിയിൽ ഒരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു. ഇടത്തരം ജൂനിയർ തലത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പൊതു യോഗ്യതാ പരീക്ഷ എന്നതായിരുന്നു ആ ആശയം. ഓരോ വർഷവും 3 കോടി പേർ ഇതിലേക്ക് ഇപ്പോഴും അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ നാളിതുവരെയായിട്ട് ഈ പദ്ധതിക്ക് ഒരനക്കവും സംഭവിക്കാത്തതാണ് മോദിയെ യുവാക്കളുടെ കണ്ണിലെ കരടാക്കി മാറ്റിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ നടത്തുന്ന സമ്മർദ്ദം നിറഞ്ഞതും സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നതുമായ ഒന്നിലധികം പരീക്ഷകൾ ഇനി ഇന്ത്യയിലെ യുവാക്കൾ സഹിക്കേണ്ടി വരില്ല എന്നതാണ് അന്ന് ബി.ജെ.പി പറഞ്ഞത്. ഈ പരീക്ഷ സംഘടിപ്പിക്കാൻ ഒരു ദേശീയ റിക്രൂട്ട്മെന്റ് ഏജൻസിയെ രൂപീകരിക്കുമെന്നതാണ് സർക്കാർ അറിയിച്ചത്. ഗംഭീര പ്രസ്താവനകൾ ഇറക്കുകയും ആശയങ്ങളെയും പദ്ധതികളെയും പർവ്വതീകരിക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പതിവ് രീതിയിൽ ഈ ഉദ്യമവും വലിയ അവകാശവാദങ്ങളോടെയാണ് പ്രഖ്യാപിച്ചത്. കോടിക്കണക്കിന് യുവാക്കൾക്കുള്ള അനുഗ്രഹം എന്നതായിരുന്നു മോദി ഇതിനെ വിശേഷിപ്പിച്ചത്. ഒരു ഏകീകൃത നിയമന പ്രക്രിയ സൃഷ്ടിക്കുന്നതിനാൽ മോദി സർക്കാരിൻ്റെ അഭൂതപൂർവമായ നടപടിയാണ് NRA എന്നതാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്ന് ട്വീറ്റ് ചെയ്തത്. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഈ നീക്കം വിപ്ലവകരമാണ് എന്നതായിരുന്നു അവകാശവാദം. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. മനോഹരമായി തന്നെ യുവാക്കളെ വീണ്ടും മോദി സർക്കാർ കബളിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഒന്നും മറക്കാത്ത ഇന്ത്യൻ യുവത ഈ പദ്ധതി നടപ്പിലാക്കാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച മോദിക്ക് വോട്ടിംഗ് മിഷനിലൂടെയാണ് തിരിച്ചടി നൽകിയത്. മൂന്നാം മോദി സർക്കാർ ചെറിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിൽ നിൽക്കുമ്പോൾ ഇനിയും മുഖം തിരിച്ചാൽ കനത്ത തിരിച്ചടി നൽകുമെന്നും യുവാക്കൾ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്.